മലയാളികളിൽ മീൻകറി ഇഷ്ടമില്ലാത്തവര് വളരെ കുറവായിരിക്കും. മിക്ക വീടുകളിലും മിക്ക ദിവസവും മീൻകറി ഉണ്ടാവും അല്ലെ. മീൻകറി പല രീതിയിൽ ഞാൻ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വേർഷനാണ്. ഇത് ഈ ലെവലാണ്, ഈ രീതിയിലാണ് നമ്മൾ വെക്കാറ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒരു എന്താ പറയാ, നമ്മൾ വെക്കുമ്പോൾ കുറച്ച് വെക്കാറുള്ളൂ, കാരണം പെട്ടെന്ന് കഴിയും. അത്രയും ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി തുടങ്ങിയവ നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ മിക്സിംഗ് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി നമ്മൾ അരച്ചെടുക്കുന്നത്. ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി വെക്കുക. ഇതോടെ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ബാക്കിയുള്ള കറികളിലേക്ക് പോവാം. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമ്മുടെ മുളക് പൊടി അളവ് കൂട്ടുക. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് കുറച്ച് ബാലൻസ് ചെയ്തിടാൻ ശ്രദ്ധിക്കുക. അപ്പം നല്ല ഒരു ചട്ടി ചൂടാക്കിയിട്ട് നമ്മുടെ ഇവിടുത്തെ മീൻ വെക്കുന്ന മൺചട്ടി പൊട്ടിപ്പോയി, അതുകൊണ്ട് നമ്മൾ ചീനച്ചട്ടിയിലാണ് കറി വെക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയിലെ ടേസ്റ്റ് ഞാൻ സൂപ്പർ ടേസ്റ്റ്. ഉലുവ, കടുക് എന്നിവ ഇട്ടിട്ട് നന്നായി പൊട്ടിക്കുക. ചെറുതായിട്ട് പുക വരുന്നതുകൊണ്ട് ക്യാമറയ്ക്ക് നന്നായിട്ട് പുക വരുന്നുണ്ട്. ഞാൻ കുറച്ച് മാറി നിന്നിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഞാൻ പറഞ്ഞു കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തേക്ക് പെട്ടെന്ന് കഴിയുന്ന ഒരു കറിയാണ്. എനിക്കൊരു 5 മീനിനെ കിട്ടുകയുള്ളൂ, അതുകൊണ്ടാണ് ഇന്നത്തെ ക്വാണ്ടിറ്റി കുറവ്. അപ്പം നമ്മൾ അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് തുടങ്ങി വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. കുറച്ച് കൂടുതലായിട്ട് ചെറിയുള്ളി ഈ കറിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നന്നായി വഴറ്റി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കൊടുക്കുക. ഇതൊരു എന്താ പറയുക, നന്നായി ചോക്കാനും പാടില്ല, എന്നാൽ അതായത് നന്നായിട്ട് മുരിഞ്ഞു വരാനും പാടില്ല, എന്നാൽ ഒരു പച്ചയും പോകാനും പാടില്ല. ആ ഒരു ഇളം ചുവപ്പിലായിട്ട് നമ്മൾ വറുത്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ ഒത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറി വെക്കുമ്പോൾ നമ്മൾ കപ്പ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനി വെറും ചോറിനും വേറെ എന്താ പറയുക, ഒരു മീൻ വറുത്തത് മീൻകറി ഉണ്ടെങ്കിൽ എങ്ങനെ കഴിച്ചു തീർക്കുന്ന അറിയില്ല, അത്ര ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും എല്ലാ കറികളിലും എല്ലാവരും പറയുന്നതല്ലേന്ന്. ശരിയാണ്, മീൻകറികൾ പല രീതിയിൽ വെക്കുമ്പോൾ പല ടേസ്റ്റാണ്. ഈ ഒരു ടേസ്റ്റിൽ നിങ്ങൾ കഴിച്ചു നോക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് വെക്കും. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു തക്കാളി നമ്മൾ നന്നായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഈ തക്കാളി വഴണ്ടി വരണം. ചിലരിങ്ങനെ പച്ചക്കിട്ട് നട്ടിട്ടുണ്ട്, എനിക്ക് എന്താ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ ഈ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഇത് അതിൻ്റെ ഒരു മിക്സിങ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണെന്നാണ് അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞ റെസിപ്പിയാണ്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അതിൽ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഈ കൂട്ട് എല്ലാത്തിലും പിടിപ്പിക്കണം. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ മിക്സിയിലാണല്ലോ ഇത് അരച്ചത്, ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മൾ ഒരുപാട് ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് നല്ലോണം കുറയും. അതുകൊണ്ട് ടേസ്റ്റ് കൂടണമെങ്കിൽ വെള്ളം നമ്മൾ ഇനി പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളങ്ങൾ ഒരുപാട് കൂടെ ഒഴിച്ചു കൂട്ടാതെ ഈ ഒരു കട്ടി ലെവൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ കറി കുറച്ച് കട്ടി കുറുകിയ മീൻ കറിയാണ്. അതിനുശേഷം നമ്മളിതിൽ കഴുകി പുളിവെള്ളമാണത്. പുളിവെള്ളം നന്നായിട്ട് ഒരു നാരങ്ങ വലിപ്പത്തുള്ള പുളി നമ്മൾ ആദ്യമേ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. സാധാ വാളംപുളിയാണ്, ഇതിൽ ഞാൻ കുടംപുളി യൂസ് ചെയ്യാറില്ല. കുടംപുളി നമ്മൾ വേറെ കറികൾ വെക്കും, പക്ഷെ ഈ ഒരു ടൈപ്പിൽ വെക്കുമ്പോൾ ഈ വാളംപുളിക്കുള്ള ടേസ്റ്റ് വേറെ മറ്റേ പുളിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ഈ പുളിയെ നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമ്മുടെ മത്തി നന്നായി കഴുകി വൃത്തിയായി വരഞ്ഞു വെച്ചിട്ടുള്ള മത്തി ഇട്ട് കൊടുക്കുക. അപ്പം ഇത് ഞാൻ വരച്ചിട്ടില്ല, കാരണം അമ്മയാണ് കഴിക്കുന്നത്, അമ്മ വരഞ്ഞിട്ടില്ല. സാധാരണ ഞാൻ കഴുകുകയാണെങ്കിൽ ഞാനിങ്ങനെ നടുവിൽ നിന്നൊക്കെ നന്നായിട്ട് വരയ്ക്കാറുണ്ട്. അപ്പൊ ഈ മീൻകറി ഇട്ട ശേഷം നമ്മൾ ഈ മീൻ ഒന്ന് 2 തള തിളയ്ക്കുമ്പോൾ തന്നെ മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് നമ്മളൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കും. തിളച്ച് കുറുകി വരുമ്പോൾ ഈ ഒരു പരുവത്തിന് അങ്ങോട്ട് കിട്ടും. അപ്പം അടിപൊളിയാണ്. ഉണ്ടാക്കി നമുക്ക് അടുത്ത വീട്ടിൽ